എന്നത്തെ പോലെ മമ്മി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എൻ്റെ ഗാഥമോള്. നവീനെ നഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നിയാല് ഒരുപക്ഷെ അവള് പറഞ്ഞ പോലെ എല്ലാവരെയും തോൽപ്പിച്ച് അവള് ജീവനൊടുക്കും. എന്റെ മോൾ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ? എന്തിനും തയ്യാറായിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. എന്ത് ആക്ഷേപം കേട്ടാലും ഇത് സാരമില്ല. ഒരമ്മയുടെ ചുമതലകളിൽ ഇതും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതും. അതെ, എന്തിനും തയ്യാറായിട്ടാണ് സിതാര വന്നിരിക്കുന്നത്. സിതാരയെ പോലെ ഒരാള് ഇവിടെയുള്ളവരുടെ കാല് പിടിച്ച് കരഞ്ഞ എല്ലാവരുടെയും മനസ്സിലാവും. ഉദേട്ടാ, അതൊരു കാരണവശാലും നടക്കരുത്. സിത്താര ഇവിടെയുള്ള ആരെ ഇപ്പൊ കാണാൻ പാടില്ല. വന്ന വഴിക്ക് എന്നോട് തിരിച്ചു പോണം. അതിന് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനിപ്പോ എന്താ മാർഗം? എന്റെ ദൈവമേ, ഈ നേരത്ത് ഞങ്ങൾക്കൊരു ക്ഷാമം ഉണ്ടാക്കുന്നു. യോ, ഒരു ഇത്തിരി കുരുട്ടുബുദ്ധി താ. എന്ത് ചെയ്യും? നിർമ്മലേ, എന്താ ഉദേട്ടാ? തെളിഞ്ഞു നിർമ്മലേ, തെളിഞ്ഞ്. നന്ദഗോപൻ സർ, ഇനിയിപ്പോ ഞാനിരിക്കേണ്ട കാര്യമില്ലല്ലോ. നയനെ പോകാൻ വരട്ടെ. എനിക്കിതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അത് സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയാൾ വളരെ സ്ട്രോങ് ആ. അവന്റെ മനസ്സിലെ അസ്വസ്ഥതയാ അതിന് കാരണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി അവനോട് സംസാരിക്കാം. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. നന്ദൻ സർ, നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ നിലയിലാണെങ്കിൽ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ലാന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. എന്തായാലും ഊണ് കഴിച്ചിട്ട് പോകാം. അതിലിടയ്ക്ക് നമുക്ക് അവനോട് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ മാം, എന്താ നിന്നത്? സിനി, അകത്ത് വേറെ ആളുകളുണ്ട്. നവീന്റെ അച്ഛന്റെ കൂടെ അകത്തേക്ക് കയറിപ്പോയത് അഡ്വക്കേറ്റ് നയന. അഡ്വക്കേറ്റോ? അതെ സിനി, ഡിവോഴ്സ് കേസുകളുടെ സ്പെഷ്യലിസ്റ്റ് എന്നാ അവരറിയപ്പെടുന്നത് തന്നെ. അപ്പോ തീരുമാനങ്ങൾ അവരെ എടുത്തു കഴിഞ്ഞോ? എനിക്കറിയില്ല. വാ. എങ്ങോട്ടാ? എനിക്ക് നവീനെ ഒന്ന് കാണണം. അതെ, അകത്തെ കുറച്ച് ആളുകളുണ്ട്. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ നവീനെ കാണാൻ പറ്റില്ല. എനിക്ക് നവീനോടും അയാളുടെ പേരൻസിനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ് സംസാരിക്കാനുള്ളത്? അത് ഉദയൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. സിതാരയെ തിരിച്ചയക്കാൻ അവരെല്ലാരും കൂടി എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും ആരും പറയില്ല. മാമിന് ഇവിടെ വരാനും പോകാനുള്ള അവകാശമുണ്ട്. എന്തവകാശം? ഗാഥ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള അവകാശമല്ലേ? ആ അവകാശം ഇനി വേണ്ടെന്നാ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ തീരുമാനം. സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്ക്. നവീൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറാ.